അവിധം ജീവിതത്തെ നാം ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ നിരാശതയുടെയും കേവല നിരാശതയുടെ ഭാഗമല്ലാതായി മാറും. നിരാശ തൻ്റെയും പ്രത്യാശ ആയി പരിണമിക്കും. ആ അർത്ഥത്തിൽ നമ്മുടെ ഈ ഒത്തുചേരൽ നിരാശരാവാതിരിക്കുന്നവരെ സൂക്ഷിക്കാനുള്ള ഒരു ജാഗ്രതയാണ്. അതോടൊപ്പം തന്നെ പ്രത്യാശാനിർഭരമായിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഉപരിതലത്തിൽ എല്ലാം ശരിയാണ്, കൃത്യമാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് കരുതുന്ന ഒരാഷ്ട്രീയ മനോഭാവത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഈ കൂട്ടായ്മയും മറ്റേതൊരു കൂട്ടായ്മയും പോലെ അതോടൊപ്പം തന്നെ നാം കൃത്രിമമായുള്ള വിപരീതങ്ങളുടെ നിർമ്മാണത്തിലേക്ക് വഴുക്കേണ്ടതുമില്ല. അതായത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, ആൾ കുറഞ്ഞത് ഗംഭീരമായി, ആൾ കുറയുമ്പോഴാണ് നമ്മളത് പറയാം, ആൾ കുറഞ്ഞത് ഗംഭീരമായി. അങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു മറുപുറമുണ്ട്, ആൾ കൂടുന്നതൊക്കെ കുഴപ്പമാണ്. ആൾ കൂടുന്നതിനും കുഴപ്പമില്ല, ആൾ കുറയുന്നതിനും കുഴപ്പമില്ല. കുറഞ്ഞ ആളുകൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് ഫാസത്തെ സംബന്ധിച്ചിടത്തോളം കൃത്രിമ വിപരീതങ്ങളുടെ ഒരു കിടങ്ങിലേക്ക് മനുഷ്യരായ മനുഷ്യരെ കൗന്തി വരുത്താനുള്ള ഒരു ശ്രമമുണ്ട്. അതവർക്ക് എളുപ്പമായി തീരുന്നത് നാം തന്നെയും അത്തരത്തിലുള്ള കൃത്രിമമായ കിടങ്ങുകൾ കുഴിക്കുന്ന പണിയിൽ കൂലി പോലും വാങ്ങാതെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. മിനിമം അത്തരത്തിലുള്ള കിടങ്ങ് കുഴിക്കുമ്പോൾ അതിന് കൂലി ചോദിക്കാനെങ്കിലും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് നമുക്ക് തന്നെ എതിരായ ആശയങ്ങൾ, നമ്മളെ തന്നെ അപകടപ്പെടുത്തുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളുടെ ഒരു ആഭിമുഖ്യമുള്ളവരായിട്ട് നമ്മൾ അറിയാതെ മാറിപ്പോകുന്നതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. സാധാരണ പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞു വരാറുള്ളൊരു കാര്യം, ലോകത്തിൽ എവിടെയാണെങ്കിലും അതെത്ര ലോകപരിധിയാണെങ്കിലും നമ്മൾ ഒരു തുടക്കം, ആ തുടക്കം മനോഹരമാകും, ഗംഭീരമാകും എന്ന് കരുതി പറഞ്ഞു വരാറുള്ള പതിവ് വാക്യങ്ങളുണ്ട്. എല്ലാ പതിവ് വാക്യങ്ങൾക്കും അതിൻ്റേതായുള്ള ചില പരിമിതികളുണ്ട്, അതിൻ്റേതായുള്ള ചില സാധ്യതകളുണ്ട്. സാധാരണ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഈ പതിവ് വാക്യങ്ങളെ എങ്ങനെ അവതരിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനയുടെ ഭാഗമായിട്ട് എനിക്ക് ബോധ്യമായിരുന്നുള്ളത് ഒരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ കാലത്ത് നടക്കുന്ന സംവാദങ്ങളുടെ ലോകത്തിലേക്ക് സ്വയം പ്രവേശിക്കുന്ന ഏതൊരാളും ആ മുഴുവൻ മനുഷ്യരുടെയും ഒരു പ്രതിനിധി എന്ന നിലയിൽ തന്നെയാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നത്, എന്നാൽ അറിഞ്ഞിട്ടും അത് സാധാരണഗതിയിൽ അത്ര പരിഗണിക്കേണ്ടതില്ല എന്ന് കരുതുന്നത് കൊണ്ട് മാത്രം പറയാതിരിക്കുന്നതുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സാധാരണ നമ്മൾ പ്രഭാഷണങ്ങളിൽ അല്ലെങ്കിൽ കത്തുകളിൽ അല്ലെങ്കിൽ എഴുത്തിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരരെ എന്നൊക്കെയുള്ള സംബോധനകൾ, ആ സംബോധന സത്യത്തിൽ നാം നമുക്ക് തന്നെ നൽകുന്ന ഒരു ബഹുമതിയാണ്. ആ ബഹുമതിക്ക് നമുക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്നത് നാം നിരന്തരം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പ്രിയപ്പെട്ട എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രിയത്തിൽ പെടുകയാണ്. അത് നല്ലൊരു അനുഭവം തന്നെയാണ്. എന്നാൽ 1856 മരിച്ചുപോയി. ഒരുപക്ഷെ ഇന്ന് അത് ആലോചിച്ചെടുക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യാക്കോബ് രാമമോഹൻ, അദ്ദേഹത്തിൻ്റെ ചെറിയൊരു ആത്മകഥ മലയാളത്തിൽ വന്നിട്ടുണ്ട്. യാക്കോബ് രാമമോഹൻ്റെ ആത്മകഥ. ഈ യാക്കോബ് രാമമോഹൻ എന്ന പേര് തന്നെ സത്യത്തിലൊരു വിശകലനം ആവശ്യപ്പെടുന്ന ഒന്നാണ്. യാക്കോബിന് പേരുണ്ടാവും, രാമവർമ്മന് പേരുണ്ടാവും. പക്ഷെ യാക്കോബ് രാമവർമ്മൻ എന്ന പേര് ഇന്ന് ചിലപ്പോൾ നിലനിൽക്കുന്ന അവസ്ഥയോടുള്ള പ്രതികരണം, പ്രതിഷേധം, അതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അത്തരം പേരുകൾ ഇടാവുന്നതാണ്.
1856 അദ്ദേഹം മരിക്കുന്നത്. 44 കൊല്ലം അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. 1835 അദ്ദേഹം കൊച്ചിയിലെ വീരകേരളവർമ്മ രാജാവിൻ്റെ മകനാണ്. ഈ വീരകേരളവർമ്മ രാജാവ് എന്ന് പറയുന്നതും സത്യത്തിലൊരു വലിയ പരസ്യമാണ്. പക്ഷെ അതിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഒന്നുണ്ട്. ആ കാലത്തും കേരളം എന്നതൊരാളുടെ പേര് ഉണ്ടായിരുന്നുവല്ലോ. 1956 ഐക്യകേരളം ഉണ്ടാവുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ്റെ പേരിൽ കേരളം എന്ന് പെട്ടു എന്നതാണ്. പിന്നെ അതിന് വിശേഷമായിട്ട് ചേർത്തിരിക്കുന്നത് വീരെന്നാണ്. വീരകേരളം വർമ്മൻ. വർമ്മൻ ഒരു പക്ഷേ ആദ്യപേരായിരിക്കാം, ക്ഷത്രിയ കുലത്തെ സൂചിപ്പിക്കാം. അയാളുടെ യഥാർത്ഥ പേര് നമുക്കറിയില്ല. മിക്കവാറും രാജാക്കന്മാരുടെ യഥാർത്ഥ പേരുകൾ നമുക്കറിയില്ല. അവരവരുടെ പരസ്യമാണ്, അവരുടെ പ്രശസ്തിയാണ്, അവരുടെ അധികാരമാണ് അവർ വിളിച്ച പേരുകളിൽ നിൽക്കുന്നത്. അവർക്കൊരു അവരുടെ പട്ടാളക്കാരുടെ വീര്യം കഴിച്ചാൽ പറയത്തക്ക ഒരു വീര്യം ഉണ്ടാവില്ല. അവർ ഭരിക്കുന്ന ഒരു 10 ഏക്കർ സ്ഥലം കേരളമല്ല, ഇന്നത്തെ ഒരു ജില്ല പോലുമല്ല. പക്ഷെ ആ 10 ഏക്കർ സ്ഥലത്തെ ലോകം പോലുമാക്കി അവർക്ക് പൊലിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അധികാരം പൊലിപ്പിച്ചെടുത്ത ആശ്രയ പേരുകൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ മകൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇട്ട പേര്, അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് യാക്കോബ് എന്നതാണ്. 2024 ഇന്ത്യയിലെ നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ യാക്കോബ് എന്നുള്ള പേര് കൂടുതൽ വിശകലനം ആവശ്യപ്പെടേണ്ടതുണ്ട്. അത് വെറും ഒരു പൊങ്ങച്ചല്ല. അച്ഛൻ വീരകേരളവർമ്മ രാജരാജ മഹാരാജനെ പോലെ, മറിച്ച് അതിലൊരു പ്രതിരോധമുണ്ട്. അദ്ദേഹം തിരഞ്ഞെടുത്തതാണ്. 1835 അദ്ദേഹം നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അച്ഛൻ കേരളവർമ്മയുടെ വിശ്വാസം അപര്യാപ്തമാണ് ഞാൻ അനുഭവപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ സ്വയം അദ്ദേഹം തൻ്റെ വിശ്വാസം തിരഞ്ഞെടുക്കാറുണ്ടായത്. വിശ്വാസത്തിൽ പെട്ടുപോയതല്ല എന്ന് ചുരുക്കം. പരമ്പരാഗതമായി മനുഷ്യരൊക്കെ ഏതെങ്കിലും ചിലതിൽ പെട്ടുപോയതിനു ശേഷം നമ്മൾ ആവിധം പെട്ടതല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ വേണ്ടി പഠിക്കുകയും ആ പഠനത്തിൻ്റെ ഒരു ഔന്നത്യത്തിൽ വെച്ച് ആ പെടലായി തീരുകയും സ്വതന്ത്രരായി തീരുകയും ചെയ്യും. എന്നാൽ ഇദ്ദേഹം വന്നിട്ട് 1835 പേര് മാറ്റുകയും വിശ്വാസം മാറ്റുകയും അതേക്കുറിച്ചുള്ള സംവാദം തീർച്ചയായിട്ടും സൗകര്യമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വയംബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്: ഞാൻ പൂണൂലും പൊട്ടിച്ച് സായിപ്പന്മാരോടൊപ്പം ഭക്ഷിച്ച് ജാതിയും പോയി കഴിഞ്ഞു. ഈ 3 പ്രയോഗവും വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലെങ്കിൽ അവസാനം പറഞ്ഞ ജാതിയും പോയി കഴിഞ്ഞു എന്നതിന് ഊർജ്ജപ്പെടുന്നത് അതിൻ്റെ മുമ്പത്തെ 2 പ്രയോഗങ്ങൾ പൂണൂലും പൊട്ടിച്ച് സായിപ്പന്മാരോടൊപ്പം ഭക്ഷണവും കഴിച്ചു എന്നുള്ളത്. 1835 അദ്ദേഹം കൊട്ടാരം വിട്ടിറങ്ങുന്നത്. 2500 വർഷങ്ങൾക്ക് മുമ്പാണ് സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടിറങ്ങിയതെങ്കിൽ ഏറെക്കുറെ ഒരു 1.5 നൂറ്റാണ്ട് മുമ്പാണ് മലയാളിയായ വീരകേരളവർമ്മ രാജാവിൻ്റെ മകൻ കൊട്ടാരം വിട്ടിറങ്ങുന്നത്. എന്നിട്ട് അയാൾ എല്ലാവിധ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചു. അയാൾ വളരെ കഷ്ടപ്പെട്ടു, മതഭീഷണി നേരിട്ടു. ഇന്നത്തെ നവഫാസിസ്റ്റ് ഇന്ത്യയിൽ എന്ന പോലെ മതപരിവർത്തനം പിന്നൊന്നും അന്നുണ്ടായിരുന്നില്ല. ആളുകൾ മതം മാറിയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് വലിയ ഭീഷണികൾ നേരിടേണ്ടി വന്നു. അതൊന്നും അദ്ദേഹം പരിഗണിച്ചില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ അദ്ദേഹം തളർത്തി ആ ചില്ലകളിൽ പൂക്കൾ വീഴുന്നതിനും ചുറ്റും ആക്രോശങ്ങളും അലർച്ചകളും അട്ടഹാസങ്ങളും കേൾക്കുമ്പോഴും അതൊന്നും അദ്ദേഹത്തിന് ബാധകമായിരുന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആഹ്ലാദം ലഭിച്ചിരുന്നു. നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ അരക്ഷേത്രത്തിലും ആശങ്കകൾക്കിടയിലും അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആഹ്ലാദം ലഭിച്ചിരുന്നു. ഞാൻ ഇത്രയും വിശദീകരിക്കാനല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ ഒരു പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, അച്ഛന് ജ്യേഷ്ഠനിലും അമ്മക്ക് എന്നിലും പ്രിയം
കണ്ടിരിക്കുന്നു. പ്രിയം കണ്ടിരിക്കുന്നു. പ്രിയത്തെ നാം കേൾക്കുന്നുണ്ട്, പ്രിയത്തെ നമ്മൾ അറിയുന്നുണ്ട്, പ്രിയം നമ്മൾ അനുഭവിക്കുന്നുണ്ട്, പ്രിയം ഒരു അനുഭൂതിയായി നമ്മെ ആശ്ലേഷിക്കുന്നുണ്ട്. പക്ഷേ പ്രിയത്തെ കാണുക എന്നുള്ളത്, ഈ ആത്മകഥയ്ക്ക് ആമുഖം എഴുതിയത് മലയാളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ സുകുമാർ അഴീക്കോട് മാഷാണ്. അദ്ദേഹം പറഞ്ഞു, മുഖ്യക്രിയക്ക് ഒരു പഴക്കച്ചുവയുണ്ടെങ്കിലും ഈ വാക്യം ആധുനിക മലയാളവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. മാഷ അങ്ങനെയാണ് ഞാൻ കണ്ടുള്ളൂ. ആ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം മുഖ്യക്രിയക്കൊരു പഴക്കച്ചുവയുണ്ട്, എങ്കിലും അത് ആധുനിക മലയാളവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ്. മലയാള ഭാഷയുടെ രൂപീകരണ പശ്ചാത്തലത്തിൽ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ മാത്രം പരിശോധിക്കുമ്പോൾ അത് വളരെ കൃത്യം വിശകലനം തന്നെയാണ്, അങ്ങനെ അടയാളപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഇന്നത്തെ വെറുപ്പിൻ്റെ, പകയുടെ, പുച്ഛത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ, ഒരു നവഫാസിസ്റ്റ് പശ്ചാത്തലത്തിൽ വീണ്ടും ഈ ആത്മകഥയുടെ ആമുഖം വായിക്കുമ്പോൾ, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വീണ്ടും വായിച്ചപ്പോൾ എനിക്ക് ആ വാക്യം, അച്ഛന് ജ്യേഷ്ഠനിലും അമ്മക്ക് എന്നിലും പ്രിയം കണ്ടിരിക്കുന്നു എന്ന വാക്യം, ആധുനിക മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അന്നത്തേക്കാൾ, അഴീക്കോട് മാഷ് എഴുതുന്ന കാലത്തേക്കാൾ പഴക്കച്ചുവയുള്ള ആ പ്രയോഗത്തിലേക്ക് എവിടുന്നൊക്കെയോ പുതുമകൾ, എവിടുന്നൊക്കെയോ പുളകങ്ങൾ വന്നു ചെയ്യുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയം എന്നുള്ളത് ഒരു ദിവസം ഏതെങ്കിലും സംഘടന തീരുമാനിച്ചിട്ട്, ഏതെങ്കിലും വ്യക്തികൾ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് രൂപപ്പെട്ടൊരു സംബോധനയല്ല. അതിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട്. ആ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യർ തങ്ങളെ തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തിയ മൽപ്പിടുത്തത്തിൻ്റെയും തങ്ങൾ ജീവിച്ച കാലത്തിൻ്റെ ജീർണമായ അവസ്ഥകളെ മറിച്ചിടാൻ വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും കൂടിച്ചേർന്നുണ്ടായതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ സംബോധനയുടെ വേരുകൾ എവിടെയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. നമ്മുടെ ലഭ്യമായ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാവുന്നത്, ലഭ്യമായ ഞാൻ പറയാൻ കാരണം വളരെ വിപുലമായുള്ള ഒരു ഫോക്ക് ലിറ്ററേച്ചർ ഉണ്ട് ലോകത്തിൽ മുഴുവൻ. കടങ്കഥകളായി, ഐതിഹ്യങ്ങളായി, പഴഞ്ചൊല്ലുകളായി, നർമ്മോക്തികളായി ഒരുപാട് ജനവിജ്ഞാനി എന്ന് വിളിക്കാവുന്ന അറിവിൻ്റെ ഒരു ലോകമുണ്ട്. നമ്മളിന്ന് അക്കാദമിക് ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഒരുപക്ഷെ അധികാരത്തിൻ്റെ ഔദ്യോഗികമായ അംഗീകാരമില്ലാത്ത, എന്നാൽ അധികാരത്തെ നിരന്തരം പ്രശ്നവൽക്കരിച്ച വലിയൊരു ജനവിജ്ഞാനമുണ്ട്. ആ ജനവിജ്ഞാനം എന്നുള്ളത് ഭൂതകാലത്തിൻ്റെ മാത്രം ഭാഗമല്ല, നമ്മൾ ജീവിക്കുന്ന കാലത്തും അത്തരം ജനവിജ്ഞാനം ജനകീയമായ കൂട്ടായ്മകളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ ആ ജനവിജ്ഞാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രിയം എന്ന ഒരാശയം അനിവാര്യമായി ഉണ്ടായിരിക്കും.